നമുക്കേ പിന്നെ ഇടാം. അമ്മയുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല മുത്തേ. ശരി, നമുക്ക് പുറത്ത് പോകണ്ടോ നോക്കാം. നിങ്ങളൊക്കെ എന്താടി ഒരു അമ്പരപ്പ്? ഒന്നിറങ്ങി മഞ്ച് കോളേജിൽ നിന്ന് ഇറങ്ങി പോയിട്ട് നിന്നെ ഇപ്പോഴാണ് കാണുന്നത്. എത്ര കാലടി എന്നൊന്ന് കണ്ടിട്ട്. നീ ഞങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്റെ കല്യാണം പോലും ഞങ്ങളെ അറിയിച്ചില്ലല്ലോ. എടി നിന്റെ ഹസ്ബൻഡ് എവിടെ? എന്ത് ചോദിക്കാതിരിക്കുന്നു? പുള്ളിക്കാരൻ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഇന്നാടി ഓണമായിട്ട് ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റ്. അതെ, നീ തട്ടിട്ട് വന്നേ. നിങ്ങൾ അകത്തോട്ട് വാ. നിങ്ങൾ ഇരിക്കുക, ഞാൻ കുടിക്കാൻ എടുക്കാം. അങ്ങനെ നീ ഞങ്ങളെ ഗസ്റ്റ് ആക്കാനൊന്നും നോക്കണ്ട. നമുക്ക് ഒരുമിച്ച് അടുക്കളയിൽ കയറാം. അങ്ങനെ നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ല, നമ്മൾ ആണുങ്ങളും. ആദ്യം നീ പോയിട്ട് നമ്മളൊന്ന് ഡ്രസ്സ് ഇട്ടോ. നിങ്ങൾ ഇരിക്കേ. അവള് കെട്ടിട കാണാനില്ലല്ലേ? ഓണമൊക്കെ അല്ലേ, പുറത്തെല്ലാം പോയി കാണും. നിന്നെ കണ്ട നിമിഷം നെഞ്ചിൽ പൂകൾ വിരിഞ്ഞു. നിന്റെ ചിരി തൊടുമ്പോൾ എൻ ലോകം നിറഞ്ഞു. നീ എൻ സ്വപ്നമായി, ഞാൻ നിൻ ജീവനായി. കൈകോർത്തു നമ്മൾ നടക്കാം ഈ വഴിയിൽ. അല്ലടി, നിന്റെ ഹസ്ബൻഡ് എവിടെ? പുള്ളിക്കാരൻ പുറത്തോട്ടൊരു ആവശ്യത്തിന് പോയിരിക്കുക. നിന്റെ കെട്ടിയവൻ എന്ത് ജോലി ചെയ്യുന്നടി? ബിസിനസ്സാ. എന്താടി നിനക്കൊരു പരുങ്ങല്? പരിങ്ങലോ? ഒന്ന് പോടാ. കോളേജിൽ പഠിക്കുമ്പോൾ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ അവന്റെ സ്വഭാവം ഇവിടെ മറ്റാരെക്കാളും നിനക്ക് നന്നായിട്ട് അറിയാലോ. അല്ലേലും ഇവരായിരുന്നല്ലോ കോളേജിലെ ഇണക്കുരുവികള്. മതി മതി, നമുക്ക് ഫുഡ് റെഡിയാക്കാം. പിന്നെ എന്നാ പിന്നെ തുടങ്ങിയാലോ? മലയാള മണ്ണിൽ സന്തോഷം പെയ്യും. പൂക്കളമൊരുക്കാം കൈകോർത്തേ, കൈകൊട്ടി പാടാം, ചുവടൊത്തു കൂടാം. ഇന്നീ ദിവസം നമ്മുടേത്. ഓണത്തോടി അണിഞ്ഞുവാ, ഓണക്കൊമ്പി പോലെ പറന്നുവാ. പായസമൊരുക്കി, സദ്യയൊരുക്കി, സ്നേഹത്തിൻ മണം പകരാം വാ. തുമ്പപൂച്ചിരിക്കും നിങ്ങൾ വാങ്ങടെ പാട്ട്. എന്താടാ നിന്റെ വീടല്ലേ? പൂവൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? ആരെവിടെ പൂ ഇട്ടിരിക്കണ? വേണ്ടളിയാ, അവളൊക്കെ ഒരു പൂ എന്നോട് ചോദിക്കാൻ ഇവിടെ ആര് പൂടുന്നത്?
ചെല്ലു വെച്ചങ്ങട്. എന്റെ അമ്മയെ കെട്ടിക്കാളെ പൂവാണ് ഇവിടെ ഇരിക്കണേ. ചേട്ടാ പ്ലീസ്, അകത്തിന്റെ കൂട്ടുകാരുണ്ട്, ബഹളം വെക്കല്ലേ. ആ അപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് നീ രാവിലെ വിളിച്ച് ആത്തി കെട്ടിയിരിക്കുക. കണ്ടാളിയാ ഇവിടൊക്കെ സ്വഭാവങ്ങള്. ഞാൻ പോം. ആളെ എവിടെ പോണേ? ഇന്ന് ഓണമാണ്. നീ ഈ വീട്ടിൽ നിന്ന് ഒരുപടി ചോറിട്ടിട്ട് പോയാ മതി. ശരിയാവൂലടാ. ആ ഏ ഒരു ചോറ് പരിപാടി. ആ എല്ലാരും ഉണ്ടല്ലോ. അല്ല ഇതിൽ ആരാണ് നിന്റെ മറ്റവേ? ഞാൻ പോകാനല്ലേ. നീ എവിടെ പോണേ? ശരിയാവൂലടാ. നീ ഉണ്ടിട്ട് പോയാ മതി എന്റെ വീട്ടിൽ നിന്ന്. വാ ഇങ്ങട്. അളിയാ നാളെ വരാടാ. നീ ഇങ്ങട് വാ. മാറിക്കണ്ട് ഇങ്ങട്. പൊടിയടാ. ഏ ചോറേ നിന്റെ അമ്മയുടെ പനാടി പോയി പ്ലാൻ എടുത്തിനാടി. വെള്ളം കൊണ്ടുപോയി. ചാവാറായപ്പോഴാണ് എന്റെ വെള്ളം കൊണ്ട് ഇറക്കാം. ഞാൻ പോണേ. നാളെ പോണം. അത് നീ ആപ്പല്ലേ? ഹാപ്പി. വെള്ളം ഒത്തിരി. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നേ? എന്താ നിന്റെ ജീവിതത്തിൽ പറ്റിയേ? കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതം നരകമായിരുന്നു. നിങ്ങൾക്കറിയാലോ, എനിക്ക് വിവാഹത്തിന് യാതൊരു സമ്മതമില്ലായിരുന്നു. പക്ഷേ അച്ഛനില്ലാത്ത എന്നെ നോക്കുന്ന അമ്മയ്ക്കും ഒരു പരിധിയില്ലേ? നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്കാവും എന്നുള്ള തോട്ട്. ഈ ഒരു വിവാഹത്തിന് സമ്മതം പറയാല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്ന കണക്കൊന്നും അല്ല നമ്മുടെ ജീവിതം എന്നുള്ളതേ എനിക്കിതിന് ശേഷം മനസ്സിലായത്. എന്തു പറ്റിയടി? കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി അയാള് ഞാൻ സാഹചര്യം കൊണ്ട് മാനം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ വരരുത്. എത്ര നാളായെന്നറിയാവോ മനസ്സമാധാനമായിട്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ട്. വിവാഹം നടത്തിയവരും വിവാഹത്തിന് വന്നവരും എല്ലാവരും കൈമലർത്തി. എനിക്ക് പറ്റണില്ല. മോളെ ഓർക്കുമ്പോഴാ. പോട്ടടി, നീ വിട്, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. രണ്ടും കൂടെ റൂമിലായിരുന്നു. ഇത്രയും സമയമൊക്കെ മതിയോടാ നിങ്ങൾക്ക്? എവിടെ അവളെവിടെ? നിന്നെ പോലുള്ളവന്മാര് കാരണേ എത്ര പെമ്പിള്ളേരുടെ ജീവിതമാണ് തൊലയണെന്ന് അറിയാമോ? എടാ നിനക്കൊന്നും പോറ്റ ഉണ്ടെങ്കിൽ എന്തിനാ കല്യാണം കഴിക്കുന്നതും കുട്ടി ഉണ്ടാക്കുന്നതും? കയപ്പ തീർക്കാനാ? പട്ടിയെ തല്ലിയിട്ട് എന്ത് കാര്യം? നീ എന്തിനാ ഇവിടെ കിടന്ന് ജീവിതം തുടയ്ക്കുന്നേ?
നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, കഴിവുമുണ്ട്. നിന്റെ വീട്ടുകാർ ചെയ്ത തെറ്റിന് നീ എന്തിനാ നിന്റെ ജീവിതം ഇങ്ങനെ തുലയ്ക്കുന്നേ? നീ ഇവിടെ കഴിഞ്ഞത് മതി. കുഞ്ഞിനെ എടുക്ക്, നമുക്കിറങ്ങാം. നീ ഇല്ലാത്തപ്പോ അറിയും നിന്റെ വില എന്താണെന്ന്. അവളങ്ങനെ പോരാ ആണൊരുത്തം വന്നപ്പോ നിനക്ക് ധൈര്യം കൂടിയല്ലേ? എനിക്ക് തന്നെ കുറച്ച് നാളായിട്ട് എന്നെ സഹിക്കുക. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്തത് മറക്കില്ല ഞാൻ. വാ മോളെ. നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. പെട്ടെന്ന് ഇറങ്ങിക്കോട്ടെ. ബാക്കിയുള്ള പണി എനിക്ക് പുറകെ വരുന്നുണ്ട്. വാടാ. വാടാ. നിന്നെ കണ്ട നിമിഷം നെഞ്ചിൽ പൂകൾ വിരിഞ്ഞു. നിന്റെ ചിരി തൊടുമ്പോൾ എൻ ലോകം നിറഞ്ഞു. നീ എൻ സ്വപ്നമാ